ആള് ആരാന്നുള്ളത് ഇതുവരെക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ സമയം വരെ അറിഞ്ഞിട്ടുള്ളത്. കാരണം അറിയാൻ അദ്ദേഹത്തിന്റെ അടുത്ത് രേഖകളും കണ്ടിട്ടില്ല എന്നുള്ളത്, ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ അവരെ പിന്നെ കുടുംബങ്ങൾ ആരെങ്കിലും എത്തിച്ചേർന്നാല് അത് ആരാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുള്ളതാണ്. ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആരും. അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കമ്മിറ്റി ഭാരവാഹികൾ. അറിയാൻ കഴിഞ്ഞത് കോട്ടക്കൽ മിംസിലാണെന്ന വെന്റിലേറ്റർ. അതെ, അതൊക്കെ അങ്ങനെ തന്നെ സംഭവം. അതൊക്കെ വളരെ പിന്നെ യാദൃശികമായിട്ട് തന്നെയാണ് അവിടെ ഒരു അരങ്ങേറ്റം നടന്നിരിക്കുന്നത്. കാരണം ഇത്രയും കാലത്തിന് ശേഷം ഈ വെട്ടത്ത് നാട്ടിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഇന്നവരെ അങ്ങനത്തെ ഒരു അനിഷ്ട സംഭവങ്ങൾ ഇവിടെ നടന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ആളുടെ കുറച്ച് ഗുരുതരമാണെന്നാണ് ഇപ്പൊ ആൾക്കാർ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ പരിക്കുകളോട് കൂടി ചിമ്പിച്ച് ബാബ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സിയാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു സംഭവത്തിന് ശേഷം നമ്മളെ മറ്റു പരിപാടികളൊക്കെ അത് മണിക്കൂറുകളോളം കുറച്ച് സ്തംഭിച്ച് നിന്നിട്ടുണ്ട്. കാരണം ആനെ ഇവിടുന്ന് തിരിച്ചയക്കുന്നത് വരെ ഡിപ്പാർട്ട്മെന്റും മറ്റുള്ള പിന്നെ നമ്മളെ മറ്റേ കമ്മിറ്റി ഭാരവാഹികളും പിന്നെ നമ്മളെ എല്ലാവരും ഒരുമിച്ച് അതിനെ ഇവിടെ നിന്ന് ആനെ കയറ്റി അയക്കുന്നത് വരെ ഒരു വരവുകളും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് സമാധാനപരമായതിനു ശേഷമാണ് വരവുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ ഈ പുതിയങ്ങാടിയിലുള്ള ഞാൻ ഉണ്ടായിട്ടില്ല. ഞാനിവിടെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരവ് വന്നിരുന്നു ആ സമയത്ത് തന്നെയാണ് പഴം കൊടുത്ത്. സാധാരണ ഒരു വേറെ വേറെ ഒരു ദേശത്ത് കളിപ്പിക്കാൻ ഉണ്ടാവാറില്ലല്ലോ, അത് കൊടുത്തില്ല. അത്യാവശ്യം ഒരാൾക്കാണ് ശരിക്കും ഒരു വീഡിയോ എടുത്തില്ല പയ്യനെ ശരിക്കും കാണിക്കുന്നുണ്ട് സംഭവം. അങ്ങനെ ഇല്ല, അങ്ങോട്ട് രാത്രി വെച്ചിന് ഒരു ശരി പരിക്കണ്ടത്.